5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഈ സോഷ്യൽ മീഡിയയും ചാനലുകളൊക്കെ വന്നതിന് ശേഷം സെലിബ്രിറ്റികൾ ഒരുപാട് ഉണ്ടാവുകയാണ്. മുൻകാലത്താണെങ്കിൽ സിനിമാ നടന്മാർ, സാംസ്കാരിക എഴുത്തുകാർ, പിന്നെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ, കുറച്ച് കളക്ടർമാർ, കുറച്ച് ചീഫ് സെക്രട്ടറിമാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ സെലിബ്രിറ്റികളായിട്ട് വരുന്നത്. വളരെ കുറച്ച് പേരാണ് അങ്ങനെ വന്നുകൊണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ഒരുപാട് സെലിബ്രിറ്റികൾ വന്നത്. അങ്ങനെ ബിഗ് ബോസ് നമുക്ക് തന്ന ഒരു സെലിബ്രിറ്റിയാണ് അഖിൽ മാരാർ. അദ്ദേഹം പിന്നെ അതിനുശേഷം സകല കാര്യങ്ങളിലും സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം അഭിപ്രായം പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് വലിയ റീച്ചുമാണുള്ളത്. സ്വന്തമായിട്ട് ചാനലുണ്ട്, പിന്നെ ഒരു വലിയ അഭിപ്രായം പറയുന്നു. രണ്ടാമത് വേടൻ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ യൂണിവേഴ്സിറ്റി വരെ നടത്തുമെന്നൊക്കെ വേടൻ പറയുന്നു. അപ്പോഴാണ് അഖിൽ മാരാറിൻ്റെ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അഖിൽ മാരാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപയ്ക്കാണ് ഇദ്ദേഹം ഇപ്പോൾ, അല്ലെങ്കിൽ 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനോട് ഇപ്പോൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് 25 ലക്ഷമാക്കിയാൽ ദളിതന്മാർക്ക് ഗുണമുണ്ടാകുമോ? വേടൻ ഇങ്ങനെയൊക്കെ പാടിയാൽ ദളിതന്മാരെ മുന്നേറ്റം ഉണ്ടാകുമോ? പക്ഷെ ഒരു കാര്യം അഖിൽ മാരാർക്ക് തെറ്റിപ്പോയി. വേടൻ ഇറങ്ങിയ സമയത്താണ് അഖിൽ മാരാർ ഇത് ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് പ്രസക്തിയില്ല മിസ്റ്റർ അഖിൽ മാരാർ. കാരണം വേടൻ വേറെ ചില കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനലിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. വേടന് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങണം, അംബേദ്കർ യൂണിവേഴ്സിറ്റികൾ തുടങ്ങണമെന്ന് വേടൻ പറഞ്ഞു. അപ്പോൾ വേടൻ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, പഠന കേന്ദ്രങ്ങൾ നടത്തണമെന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ അതിനായിരിക്കും അദ്ദേഹം പൈസ സ്വരൂപിക്കുന്നത്. അങ്ങനെ വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാനായിരിക്കും. ഈ കിട്ടുന്ന പൈസ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് ആക്കി ആ പണമെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തിലും മോശ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളമടിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലൊക്കെ പണം നശിപ്പിച്ച് കൂട്ടുകാരുമൊക്കെ നശിപ്പിക്കുകയാണെങ്കിൽ വേടൻ അഖിൽ മാരാർ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. അതുകൊണ്ട് വേടൻ ഒരു സമയം കൊടുക്കുക. വെറുതെ വേടന്റെ തോളിൽ ഇപ്പം കയറണ്ട. വേടൻ പണം ഉണ്ടാക്കട്ടെ. അത് 25 ലക്ഷമോ 50 ലക്ഷമോ വേടന് പറ്റുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കട്ടെ. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വേടന് നല്ല ഓഫർ വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വന്ന് UK നിന്നൊരു ഓഫർ വന്നു. അപ്പോൾ UK ചെന്നാൽ നല്ല പണം കിട്ടും. അങ്ങനെ ലോകമാകെ സഞ്ചരിച്ച് വേടൻ പണം ഉണ്ടാക്കട്ടെ. പക്ഷേ ഈ പണം ഉണ്ടാക്കുമ്പോൾ വേടൻ മറന്നു പോകരുത്. ഈ പണം ഉണ്ടാക്കിയാൽ അത് തീർച്ചയായിട്ടും വേടൻ പിന്നെ നമ്മുടെ ഈ അംബേദ്കർ യൂണിവേഴ്സിറ്റി പോലെ പറഞ്ഞതിൻ്റെ അംബേദ്കർ യൂണിവേഴ്സിറ്റി നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചില ആശയങ്ങൾ വേടൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദളിതന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് വേടൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേടൻ നല്ല കാശ് മേടിച്ചോളൂ, നന്നായി പാടിക്കോളൂ. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന, മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പരമാവധി കുറയ്ക്കുക. രാമനെ അറിയില്ല, കൃഷ്ണനെ അറിയില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചത് അവർക്ക് പറ്റിയ കൈപ്പിഴയാണ്. ഇത്തരത്തിലുള്ള വളരെ വിവാദപരമാകുന്ന കാര്യങ്ങളിലേക്കൊന്നും വേടൻ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് വേടന് കുറെ കയ്യടി കിട്ടുമെങ്കിലും ഇപ്പുറത്ത് വലിയൊരു വിഭാഗത്തെ ശത്രുക്കളാക്കേണ്ടി വരും. വേടൻ മറ്റു ചില കാര്യങ്ങൾ പറയുന്നതിനോട് നമുക്ക് യോജിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളോട് യാതൊരു യോജിപ്പുമില്ല എന്ന് വേടൻ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അഖിൽ മാരാർ പറയുന്നതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഒരു ലോജിക്കില്ല. അതുകൊണ്ട് അഖിൽ മാരാറെ കുറച്ച് സമയം ആർക്ക് കൊടുക്കുക? നമ്മുടെ വേടന് കൊടുക്കുക. വേടൻ ഇപ്പോൾ പണമുണ്ടാക്കട്ടെ, പാടട്ടെ, പണമുണ്ടാക്കട്ടെ. ആ പണത്തിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹം നന്മ ഉണ്ടാക്കട്ടെ. പിന്നെ വേടനെ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലും ബഹളം ഉണ്ടാക്കുന്നു, മധുവോ ശശികലയോ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നതിലൊന്നും വേടൻ ഒരു കാര്യമില്ല. ഇപ്പോൾ RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ളത് കേരളത്തിലാണ്. അപ്പോൾ RSSകാരൊക്കെ സംഘപരിവാറുകാരും ഒക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഒരുത്തന്നെ തീർത്തു കളയണം, അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേടൻ ഒരുപാട് വേദികളിൽ പോയി പാടാൻ പറ്റുമോ? അങ്ങനെ തീവ്രവാദ സംഘടനയാണ് RSS. അപ്പോൾ തീവ്രവാദം നടത്തും. അതുകൊണ്ട് വേടനെ എതിർക്കുന്നു. അങ്ങനെയല്ല, താത്വികമായ എതിർപ്പാണ്, ആശയപരമായ എതിർപ്പാണ്. ആശയപരമായ എതിർപ്പിനെ ആശയപരമായി തന്നെ നേരിടുക. അത് കായികമോ വ്യക്തിപരമോ അല്ലെങ്കിൽ ശാരീരികമോ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേടൻ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പോകാനുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ നടത്തുമ്പോഴും ഈ ദളിത് രാഷ്ട്രീയം പറയുന്നതിലോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിപ്പോയ അവസ്ഥ, പഴയ അവസ്ഥയേക്കാൾ പറയേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയാണ്. 1968 ശേഷം ഇതുവരെ ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് വേടൻ കൂടുതൽ പറയേണ്ടത്. സ്വതന്ത്ര കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് വേടൻ കൂടുതലും പറയേണ്ടത്. കാരണം കേരളം രൂപീകരിച്ചതിന് ശേഷം 68 വർഷമായി. എവിടെയാണ് ദളിതന്മാർ? എവിടെയാണ് നമ്മുടെ പിന്നെ ആദിവാസി കോളനികളും പരിപാടികളും? ഗ്രോവാസു അവിടെ നിലമ്പൂരിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. അപ്പോൾ വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി വേടൻ കൈകാര്യം ചെയ്യുകയും രാമായണവും മഹാഭാരതവും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഏതോ നൂറ്റാണ്ടിലുണ്ടായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വർത്തമാന ലോകത്ത് ദളിതന്മാരും ആദിവാസികളും പാവപ്പെട്ടവരും പട്ടികജാതി പട്ടികവർക്കാരും നേരിടുന്ന അവഗണനയും അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അതിൽ മറ്റുള്ള സമുദായത്തിലെയും സാധാരണക്കാർക്ക് വേണ്ടിയും വേടൻ സംസാരിക്കുക. ആ നിലയിൽ ശബ്ദമില്ലാത്തവരുടെ നിസ്വരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി വേടന് കൂടുതൽ അഭിനന്ദനങ്ങളും പിന്നെ പിന്തുണയും സമൂഹത്തിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ തന്നെ ധാരാളം നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതൊരിക്കലും കളയാതിരിക്കുക. അഖിൽ മാരാർ കുറച്ച് വെയിറ്റ് ചെയ്യുക. വേടന് ആവശ്യത്തിന് സമയം കൊടുക്കുക.
എങ്ങനെയാണ് വേടൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.